അഹിംസ, സത്യം. സത്യമേകമാണ്, അത് ഈശ്വരനാണ്. ബാക്കി കാണുന്ന ജഗത്തിലെ ഒന്നും സത്യമല്ല. ആ നിലയ്ക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതല്ല സത്യം. നമ്മൾ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് കേട്ടത് ഒക്കെയാണ്. അതുകൊണ്ട് സത്യം പുലർത്താൻ ആഗ്രഹിക്കുന്നവൻ ഹിതമാണ് പുലർത്തേണ്ടത്, പ്രിയമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതുമല്ല. ഹിതം മാത്രമേ പുലർത്താവൂ. ഒരു കാര്യം കണ്ടാൽ പ്രിയം കാരണം ഞാൻ കണ്ടതാണ് എന്ന് പറയുക, പ്രിയം കാരണം കണ്ടിട്ടും കണ്ടില്ല എന്ന് പറയുക. ഇതാണ് ലോകം പുലർത്തുന്നത്. എനിക്ക് പ്രിയമുള്ളയാളാണ് തെറ്റ് ചെയ്തത്, അത് കണ്ടു. അയാളെ ശിക്ഷിക്കാതിരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുക. പ്രിയമുള്ള ആളിനെതിരെയാണ് ചെയ്തത്, അതുകൊണ്ട് കണ്ടു എന്ന് പറയുക. രണ്ടും സത്യമല്ല. സത്യം അവിടെ രണ്ടു കൂട്ടർക്കും ഹിതമേതാണ്, ലോകത്തിന് ഹിതമേതാണ് നാളെ. പഴയകാല ജീവിതം ഹിതം നോക്കിയാണ്. ഒരു വീട് ഭരിക്കുന്ന പിതാവ് ഹിതമാണ് പറഞ്ഞിരുന്നത്, സത്യമല്ല പറഞ്ഞിരുന്നത്, ഇന്ദ്രിയങ്ങളുടെ സത്യമല്ല പറഞ്ഞിരുന്നത്. പഠിപ്പിക്കുന്ന ഒരു ആചാര്യൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് ഹിതമാണ്, ഇന്ദ്രിയങ്ങളുടെ സത്യമല്ല, പ്രിയമല്ല. മാധ്യമങ്ങൾ ഹിതമാണ് പ്രചരിപ്പിച്ചത്. 50 കൊല്ലം മുമ്പ് മാമ്മൻ മാപ്പിളയുടെയും KP കേശവമേനോന്റെയും ഒക്കെ കാലത്തെ മനോരമയും മാതൃഭൂമിയും എടുത്താൽ ഹിതമാണ് അതിൽ നിറഞ്ഞിരുന്നത്. സത്യമെല്ലാം വിളിച്ചു പറയല്ല ഇത്. ലോകത്തിന് ഹിതമായാണ് അത് എഡിറ്റ് ചെയ്തിരുന്നത്. പുതിയ പത്രപ്രവർത്തനം ഹിതമല്ല നോക്കുന്നത്, പ്രിയവും ഇന്ദ്രിയ പരിപ്രേക്ഷ്യമുള്ള ലൗകിക സത്യവുമാണ്. അതിനാണ് ഒളിക്യാമറയും അതും ഇതുമൊക്കെ. അതുകൊണ്ട് ലോകർക്ക് യാതൊരു പ്രയോജനവുമില്ല. സോഷ്യൽ നെറ്റ്വർക്ക് മുഴുവൻ അതാണ്. ആവശ്യമില്ലാത്തത് ലോകത്തെ അറിയിച്ച് ലോകത്തിന് വേവലാതി ഉണ്ടാക്കുക, അവന്റെ സർഗശക്തിയെ നശിപ്പിക്കുക, സംഘർഷപൂരിതമാക്കുക ജീവിതം. എനിക്കാവശ്യമില്ലാത്തത് അറിയാതിരിക്കുന്നതാണ് സുഖം. ലൗകിക വിഷയങ്ങളെല്ലാം അറിഞ്ഞ് ശാന്തി ഉണ്ടാവില്ല. ലൗകിക വിഷയങ്ങൾ അറിയും തോറും എൻ്റെ ഏകാഗ്രത വഞ്ചിക്കപ്പെടും. മാത്രവുമല്ല, അറിയും തോറും മോശമായ കാര്യങ്ങൾ അനുകരണീയമായിത്തീരും. അറിയാതിരുന്നാൽ പലതും പ്രചരിക്കാതിരിക്കും. സാധ്യതകളെക്കുറിച്ചുള്ള അറിവ് മനുഷ്യനെ ഒരുപാട് നശിപ്പിക്കാനിടയിൽ. അതാണ് പഴയതും പുതിയതും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. പുതിയതെല്ലാം അറിയുക, വീടുകളിലാണല്ലോ അതെ, ലോകമെല്ലാം അറിയട്ടെ. ലോകം അറിഞ്ഞതുകൊണ്ട് കഴിഞ്ഞുപോയ ഒരു കാര്യവും തിരുത്താൻ പറ്റില്ല. ആരും അറിഞ്ഞിട്ട് തിരുത്താനും പോകുന്നില്ല. ഉത്തമന്മാരല്ലാതെ ആരും തിരുത്തില്ല ജീവിതം.
ലോകത്തെ ശാസിച്ചോ ശിക്ഷിച്ചോ ഒന്നും നന്നാക്കാനാവില്ല. ഗുരുക്കന്മാരുടെ സ്നേഹമുള്ള ശിക്ഷാവ്യവസ്ഥിതികളിലൂടെ ബ്രഹ്മചാരികളെ നന്നാക്കിയെടുക്കാനാവും. അവിടെ ശിക്ഷയുടെ പിന്നില് വേദനയല്ല, ബഹുമാനമുള്ള ആദരവുള്ള ഒരു വാത്സല്യമാണ് അനുഭവിക്കുക. അവർക്ക് ബഹുമാനം തോന്നുന്ന ഒരു വാത്സല്യമാണ് അനുഭവിക്കുക. എൻ്റെ ആചാര്യൻ എന്നെ തല്ലുമ്പോൾ ആ തല്ലെനിക്ക് ഇഷ്ടപ്പെടുന്നതിന് കാരണം ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നതുകൊണ്ടാണ്. പോലീസിനോട് ആ ആദരവൊന്നും നമുക്കില്ല. അവരുടെ തല്ല് കൊണ്ടു കഴിഞ്ഞാൽ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റിന് തലച്ചോറ് പ്ലാനുണ്ടാക്കുകയാണ്. കോടതിയിൽ നിന്ന് ഒരു ശിക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ എണ്ണപ്പെട്ട ക്രിമിനലായി മാറുക. കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് അമേരിക്കയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ജയിലുകളല്ല ഉള്ളത്. അവിടെ ചെല്ലുന്നവനെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള പദ്ധതികളാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റഫർമേറ്ററികളാണ്. നമ്മുടെ രാജ്യത്ത് ജയിലിലേക്ക് പോയിട്ട് ഇറങ്ങി വന്നാലാണ് അവൻ കൂടുതൽ വലിയ ക്രിമിനലായിത്തീരുന്നത്. വീടുകളിലാണെങ്കിലും അതെ, ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചിട്ടുള്ള, സ്നേഹമില്ലാതെ ശിക്ഷിച്ചിട്ടുള്ള അച്ഛനമ്മമാണ്. കൂടുതലും അധ്യാപകരുടെ മക്കൾ. ഏറ്റവും മാതൃകയായിരിക്കേണ്ടത് അധ്യാപകരുടെ മക്കളാണ്. വളരെ കൂടുതൽ അധ്യാപകരുടെ മക്കളാണ്, മന്ത്രിമാരുടെ മക്കളാണ്. അങ്ങനെ എടുത്താൽ അതുപോലുള്ള രംഗങ്ങളിൽ നിൽക്കുന്നവരുടെ മക്കളാണ്. സ്ഥിതിവിവരക്കണക്കെടുത്താൽ വളരെ കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം അതാണ്. ഇതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഉത്തമന്മാരായ അധ്യാപകരുടെ മക്കൾ വളരെ നല്ലവരായി തീർന്നവർ ഉണ്ട്. ഇത് കുറെ ആളുകൾ. അപ്പൊ ഇതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് ശിക്ഷാ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹം, വാത്സല്യം, ഇവയോടുകൂടിയുള്ള ശിക്ഷ. അതല്ലാത്ത ശിക്ഷകളെല്ലാം വാസനകളെ വികലമാക്കും എന്നുള്ളത് കൊണ്ടാണ് സന്യാസി ലളിതമായി, അഹിംസാലുവായി, ഒന്നിനെയും ഹിംസിക്കാതെ സത്യം മാത്രം പറയുന്നവനായി, സത്യമെന്നത് ഹിതമാണ് ലൗകികമായി, ആത്മീയമായി സത്യമെന്നത് ഏകമാണ്, അത് ആത്മാവാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. വേറൊന്നും സത്യമല്ല. മൂന്ന് കാലത്തിലുമുള്ളത് അത് മാത്രമാണ്. അതിലുറച്ചു നിൽക്കണമെന്ന്. അസ്തേയം, കക്കാതെ. കക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല ഈ ലോകം എന്നറിയേ, ഇതെൻ്റെയാണെന്ന് തോന്നുന്നതെല്ലാം കളവാണ്. ഞാനെന്നത് ആത്മാവ് മാത്രമാണ്. എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്നെ വിട്ടുപോകും, എൻ്റെ മനസ്സ് എന്നെ വിട്ടുപോകും, എൻ്റെ ശരീരം എന്നെ വിട്ടുപോകും. ശരീരത്തിന് പുറത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങളെല്ലാം എന്നെ വിട്ടുപോകും. ഭാര്യ, കുട്ടികൾ, അച്ഛൻ, അമ്മ എല്ലാം വിട്ടുപോകും. എൻ്റേതാണെന്ന് തണ്ടപ്പേർ രജിസ്റ്റർ ചെയ്ത് ഞാൻ വാങ്ങിച്ച ഈ ഭൂമിയും സാധനവും എല്ലാം വിട്ടുപോകും. ഈ കാണായതെല്ലാം എൻ്റെയാണ് എന്ന തോന്നൽ കളവാണ്.
യാവത് ബ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോ അഭിമന്യേത സസ്തേനഃ ദണ്ഡമാണ്. ഒരു നേരത്തെ ഉദരപൂരണത്തിലധികം സമ്പാദിക്കുന്നവൻ കള്ളനാണ്, ശിക്ഷാർഹനാണ്. ആത്മീയ നിയമമാണ്. കാരണം എപ്പോഴാ പോവുക എന്നറിയില്ല. ഇതൊക്കെ എൻ്റേതാണെന്ന് അഭിമാനിച്ച് മേടിച്ചു വയ്ക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തീരുക. ഇതൊക്കെ അപ്പുറത്തിരിപ്പുണ്ടാവും. ഇത് കണ്ടാൽ അടുത്തവൻ പഠിക്കുമോ? ഇയാൾ പോയി, ഇതെല്ലാം സ്വരൂപിച്ചൊക്കെ വെച്ചു, അത് കേമനാണ്, വളരെ മിടുക്കനാണ്, ഇതാ കിടക്കുന്ന ഒരു കിടപ്പ്. അതിന് നമ്മളിതുപോലൊന്നും വെട്ടിപ്പിടിക്കണ്ട എന്ന് വിചാരിക്കുകയോ ഇല്ല. അപ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഞാൻ പോകില്ല, അവൻ പോയെന്നേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് അസ്തേയം, സത്യം, അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, ബ്രഹ്മമാർഗത്തിൽ മാത്രം ചരിക്കുക. ബ്രഹ്മമാർഗത്തിൽ മാത്രം ചരിക്കുന്നത് കൊണ്ടാണ് മറ്റൊന്നിനോടും ചേരാൻ ഇഷ്ടമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യമൊക്കെ സ്വീകരിക്കാതിരിക്കുന്നത്. അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. സെലിബസി, വിവാഹം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ആത്മാവിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുക. അപരിഗ്രഹം, എങ്ങു നിന്നും ഒന്നും സമ്പാദിക്കാൻ ത്വരയില്ലാതിരിക്കുക. ഇതെല്ലാമാണ് സന്യാസത്തിന്റെ ഗുണങ്ങളായി പറയുന്നത്. ഇതെല്ലാം വളരെ വിസ്തൃതമാണ്. ഓരോന്നും എടുത്ത് വിശദമായി പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ ദിവസങ്ങൾ നീണ്ട പഠനത്തിന് ഇടയുള്ള സാധനങ്ങളാണ് ഓരോന്നും. പിന്നെ ഏറ്റവും ചുരുക്കിയ വാക്കുകളിൽ ഒതുക്കി പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരമൊരവസ്ഥയാണ് സന്യാസം. ഇത് നേരിട്ട് ബ്രഹ്മചര്യ കാലത്ത് നിന്ന് സന്യാസത്തിലേക്ക് പോകാം. അങ്ങനെ പോയവരാണ് നിങ്ങളിൽ അധികവും എന്നാണ്, എല്ലാവരും എന്നാണ് എൻ്റെ ധാരണ. കാരണം ക്രിസ്തീയ വിഭാഗത്തിൽ ഒരു വിഭാഗം മറ്റുമാണ്, അതിൽ പോയാലും വിവാഹം കഴിക്കാവുന്നതെന്ന് തോന്നുന്നു, അല്ലേ? പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ ഇല്ല. അതിൽ കുറച്ച് പേര് മാത്രമാണ്, വളരെ കുറച്ച് പേര് മാത്രം. മറ്റത് സെലിബസിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്, ബ്രഹ്മചര്യ ആശ്രമത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മറ്റുള്ളതെല്ലാം പോകുന്നത്. അതിൽ ഇതിനെ ചുരുക്കിയെടുത്തിരിക്കുകയാണ് സഭ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ മൊത്തം എങ്ങനെ ചുരുക്കിയെടുക്കാം? ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അച്ചടക്കം, ഇതാണ് ക്രിസ്തീയ സഭ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. എൻ്റെ ധാരണ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ടാണ്. ഹിന്ദുക്കളാണ് ഇരുന്നതെങ്കിൽ ക്രിസ്തീയ സഭ ഇതാ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞാനങ്ങ് പറയും. കാരണം നിങ്ങളത് കൂടുതൽ പഠിച്ചവരാകുമ്പോൾ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ള മര്യാദ കൊണ്ട് പറഞ്ഞതാണ്. ഇതെല്ലാം അതിനകത്തുണ്ടാവും. ബ്രഹ്മമാർഗത്തിൽ ചരിക്കുക, ബ്രഹ്മചര്യം. രണ്ടാമത്തെ നോട്ടം പോലും ഉണ്ടാകാതിരിക്കുക ഒരു വസ്തുവിനോട്. കാരണം ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ അത് പാപമാണ്. യാദൃച്ഛികമായി കാണുന്നതൊന്നും പാപമല്ല. സ്ത്രീയെ, പൂവിനെ, വസ്തുജാലങ്ങളെ ഒക്കെ യാദൃച്ഛികമായി കൺമുമ്പിൽ വരുന്നു. ലക്ഷോപലക്ഷം കാഴ്ചകളാണ് കണ്ണിന്റെ മുമ്പിലൂടെ കടന്നുപോകുന്നത്. ആ കാഴ്ചകളൊന്നും മനസ്സിനെ കൊണ്ടുപോകുന്നില്ല.
കണ്ടുപോകുന്നേ ഉള്ളൂ. ഒരാൾ ജനിച്ചു മരിക്കുന്നതിനിടയിൽ സ്ത്രീ ലക്ഷക്കണക്കിന് പുരുഷന്മാരെയും പുരുഷൻ ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് വസ്തുക്കളിലൂടെ കടന്നു പോകുന്നുണ്ട്. പല ഭൂമിയിലൂടെയും കടന്നു പോകുന്നുണ്ട്. പല സാമ്രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും തീർത്ഥാടനങ്ങൾ വഴിയുമൊക്കെ ഒട്ടേറെ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഒരു വീട് വാങ്ങിക്കാം എന്ന് വരുന്നത് രണ്ടാമത് നോക്കുമ്പോഴാണ്. എല്ലാ രണ്ടാമത്തെ നോട്ടത്തിലും ഒരു പൂന്തോട്ടത്തിൽ പൂ നിൽക്കുന്നു, അത് കണ്ടു, അത് അതീവ മനോഹരമാണ്, അത് ഈശ്വരന്റെ അതുല്യമായൊരു സൃഷ്ടിയാണ്. അതിന് മധുരമുണ്ടാകുന്നു, അതിന് കയ്പുണ്ടാകുന്നു. അതൊക്കെ ഈ മണ്ണിൽ നിന്ന് ഈശ്വരാത്ഭുതം കൊണ്ടാണ് ഒന്ന് മധുരമായും ഒന്ന് കയ്പായും ഒന്ന് ചുവപ്പായും ഒന്ന് വെള്ളയായും ഒക്കെ ഇരിക്കുന്നത്. ആ ഒറ്റ നോട്ടത്തിൽ ആ ഈശ്വരാത്ഭുതമാണ് നമ്മളിൽ പ്രകടമാകുന്നത്, അത്ഭുതം കൂടുന്നത്. ലോകത്തിലെ സൃഷ്ടി മുഴുവൻ വൈചിത്ര്യമുള്ളതാണ്. അതിലൊന്നിനെ നോക്കി ഈശ്വരനെ മറന്ന് എൻ്റെ പ്രിയമുണരുമ്പോൾ രണ്ടാമത്തെ ദൃഷ്ടിയായി, സെക്കൻഡ് ലുക്ക്. പാപമുണരുകയായി, കാമം ആവിർഭവിക്കുകയായി, അതിലാഗ്രഹമുണ്ടാവുകയായി. അവിടെയാണ് ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതിലെ ഒട്ടേറെ കാര്യങ്ങൾ ഒന്നിച്ച് ഇതിൽ സാങ്കേതികമായി സംയോജിപ്പിക്കുന്നു. അച്ചടക്കം. അച്ചിലമരുന്നത് മാത്രമാണ് ആഭരണമായിത്തീരുന്നത്. അച്ചിലമരാത്ത സ്വർണം വെറും സ്വർണമാണ്. അച്ചിലമർന്നാൽ അത് ആഭരണമാവും. അത് സ്വയം നിർമ്മിതമായിരിക്കണം. ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കം നമുക്ക് സമ്മതമാവില്ല. അതിന് നിഷ്ഠ എന്നാണ് പറയുക. എഴുന്നേൽക്കുന്നതില്, ശുചിയാകുന്നതില്, പഠിക്കുന്നതില്, പഠിപ്പിക്കുന്നതില് ഒക്കെ അച്ചടക്കമുള്ള ഒരാൾ ജീവിതത്തിലുടനീളം ആ അച്ചടക്കം പാലിക്കുക. അച്ചടക്കം വരുമ്പോ അപരിഗ്രഹം വന്നു, അഹിംസ വന്നു, അസ്തേയം വന്നു, എല്ലാം അതിൽപ്പെടും. ബ്രഹ്മചര്യം, അച്ചടക്കം, 5 മിനിറ്റ് ഇന്റർവൽ ആകാം. ഇന്റർവൽ ആണോ? അല്ല, 5 മിനിറ്റ് കൂടെ മതി. അപ്പോ അച്ചടക്കം, ബ്രഹ്മചര്യം, അച്ചടക്കം, ദാരിദ്ര്യം. ഈ ലോകത്തിലുള്ള ഭൗതിക വസ്തുക്കളെ സമ്പാദിക്കാനുള്ള പ്രചണ്ഡമായ ആഗ്രഹമാണ് എല്ലാത്തിനും കാരണമായിത്തീരുന്നത്. അത് വരാതെ സ്വയം നിർമ്മിതമായ ദാരിദ്ര്യം. എനിക്കിത് മതി, ഇത്രയും കൊണ്ട് ഞാൻ തൃപ്തനാണ്. അത് സ്വയം നിർമ്മിതമായിരിക്കണം, മറ്റൊരാളെ ഏൽപ്പിച്ചതാവരുത്. ദാരിദ്ര്യം സ്വയമേവ സ്വീകരിച്ചതാണെങ്കിൽ, എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അത് സ്വന്തമാക്കുന്നില്ലെങ്കിൽ ജീവിതത്തിലെ ധന്യതയാണ്. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട, ദരിദ്രനായി ജീവിക്കാം. അതിന് 3 സങ്കേതങ്ങളാണ് പറയുന്നത്. 1, സമ്പത്തിന്റെ സമീപത്ത് ദരിദ്രനായി ജീവിക്കുക. 2, സമ്പത്ത് അന്യർ വേണ്ടുവോളം അനുഭവിക്കുന്നത് കണ്ട് സന്തുഷ്ടനായി ജീവിക്കുക. 3, മാനസികമായി സമ്പത്ത്
സ്വീകരിക്കുമ്പോഴും താൻ സ്വീകരിക്കുന്നില്ല എന്ന അപേക്ഷാബുദ്ധിയിൽ ജീവിക്കുക. ഇങ്ങനെ 3 സങ്കേതങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്യാസം ഏറ്റവും ഉന്നതമായി പോകാവുന്നതാണ്. ആ വഴിക്ക് നിങ്ങൾക്ക് കേട്ടത് തൃപ്തികരമാണെങ്കിൽ അവയിൽ നിന്ന് നിങ്ങളുടെ ബുദ്ധിക്കും ശക്തിക്കും അനുസരിച്ച് അപഗ്രഥിച്ചിട്ട് അവയിൽ നിന്ന് നല്ലത് സ്വീകരിക്കുവാൻ ഇടയുണ്ടാവട്ടെ. ലോകത്തിലെ സന്യാസ സമ്പ്രദായത്തിൻ്റെയും ബ്രഹ്മചര്യ സമ്പ്രദായത്തിൻ്റെയും അഹിംസയുടെയും ഉച്ഛൃംഖലമായ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള പൂർവാചാര്യന്മാരിൽ ശ്രദ്ധേയനായ യേശുവിൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുകയും ആ വഴി തിരഞ്ഞെടുക്കുകയും ആ വഴിയെ സഞ്ചരിച്ച് ലോകത്തെ ആ വഴിയെ കൊണ്ടുപോകുവാൻ ഒരുങ്ങുകയും ചെയ്യുന്ന നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരിക്കുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. എനിക്ക് നിങ്ങളെ എല്ലാവരെയും പരിചയമില്ല, തിരുമേനിയെ പരിചയമുണ്ട്. വളരെ കുറച്ച് ആളുകളെ ഈ വഴിയെ പോകുന്നവരെ പരിചയപ്പെട്ടിട്ടുള്ളൂ. എല്ലാ മതങ്ങളിലും, ഹിന്ദുമതത്തിലായാലും ക്രിസ്തുമതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ബുദ്ധമതത്തിലായാലും വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. കാരണം പഠിക്കാൻ ഗുരുകുലത്തിൽ പോയപ്പം സാമൂഹികമായ തലങ്ങളോടധികം ബന്ധപ്പെടാൻ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അത്തരം കാര്യങ്ങൾ അധികം വായിക്കാനും പോകാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ആളുകളെ പരിചയമുള്ളൂ. പരിചയപ്പെട്ടതൊക്കെ വളരെ നല്ല ആളുകളെയാണ് ഭാഗ്യം കൊണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ വഴിയും വെളിച്ചവുമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വരുവാനും നിങ്ങളോട് ഇത്രയും സംസാരിക്കുവാനും ഇടയായതിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ അവയിലൊന്നും എൻ്റേതല്ല, അവയെല്ലാം പൂർവാചാര്യന്മാരുടേതാണ്. പറയുമ്പോൾ അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവ എൻ്റെതാണ്, പൂർവാചാര്യന്മാരുടേതല്ല. നല്ലതായി ഞാൻ എന്ത് നിങ്ങളോട് പറഞ്ഞുവോ അതൊക്കെ എൻ്റെ പൂർവാചാര്യന്മാരുടേതാണ്. ഭാരതീയരും അഭാരതീയരുമായ ഭവാതീതന്മാരായ പൂർവാചാര്യന്മാരുടെ വസ്യത്താണ് അതെല്ലാം. ഞാനാണ് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് എൻ്റെ അറിവില്ലായ്മ അതിൽ കടന്നുപോയി തെറ്റുകൾ വരാൻ ഇടയില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് നാളെ നിങ്ങൾ അനുഭവിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ കണ്ടെത്തിയാൽ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അതിലെ ശരികളെല്ലാം പൂർവാചാര്യന്മാരുടേതാണ്, അതിനുള്ള ബഹുമാനങ്ങൾ അവരുടെ പദങ്ങളിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിവും. സ്വാധ്യായ പ്രവചനങ്ങൾ ഒരു ദിവസവും മുടങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ പ്രവചനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അധീതി ബോധാചരണ പ്രചാരണ എന്നാണ് പഴയ രീതി. അധീതമാണ് പഠിക്കുക, എന്നിട്ടത് ആചരിക്കുക, എന്നിട്ട് പ്രചരിപ്പിക്കുക. ആചരിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ വഴിയും നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് ആചരിച്ചത് വേണം പ്രചരിപ്പിക്കാൻ. അപ്പോൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച കാര്യമാണെങ്കിൽ സ്വാഭാവികമായ വാക്കുകളിൽ അത് ഹൃദയത്തിൽ ചെന്നു, ഹൃദയത്തിൻ്റെ ഭാഷയിൽ. അനുഭവിക്കാത്ത ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് സങ്കേതജടിലമായിരിക്കും, മറ്റൊരാൾക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. അതാണ് ശാസ്ത്രങ്ങൾക്കെല്ലാം പറ്റുന്നത്. ശാസ്ത്രം കണ്ടെത്തിയാളൊന്ന് അത് പഠിപ്പിക്കുന്നത് വേറൊരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഷ സ്വായത്തമായതല്ല, സങ്കേതങ്ങൾ വേറെയാണ്. മതം ഒരനുഭവമാണ്. റിലീജിയൻ എന്നത് തന്നെ റിയലൈസേഷനിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ തൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കണം പറയുന്നത്. ബിബ്ലിക്കലായി പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ
പറയുന്നവന്റെ ജീവിതം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ നോക്കണ്ട. കാരണം നീ നിന്റെ യുക്തിയും വാസനയും വെച്ചാണ് പഠിപ്പിക്കുന്നവനെ നോക്കുന്നത്. അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കുന്നവൻ പറയുന്നത് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. അത് നിന്നിൽ അനുവർത്തിക്കാൻ നോക്കുക. അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നീ നോക്കണ്ട. ഇത് പഠിക്കുന്നവനുള്ള നിർദ്ദേശമാണ്. അതേസമയം പഠിപ്പിക്കുന്നവനുള്ള നിർദ്ദേശമാണ്. ഇത് മാറിക്കേൾക്കാൻ ഇടയാകുന്നതാണ് ഇന്ന് കുഴപ്പമാണ്. നിനക്ക് അനുഭവമുള്ളത് നീ അനുവർത്തിക്കുന്നത് മാത്രമേ പഠിപ്പിക്കാവൂ. ഒരുവൻ അവൻ അനുവർത്തിക്കുന്നത് മാത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ വളരെ ഉത്തമനായിരിക്കും പഠിപ്പിക്കുന്നവൻ. എന്നും പഠിക്കാൻ പോകുന്നവൻ പഠിപ്പിക്കുന്നവന്റെ ന്യൂനത കണ്ടുപിടിക്കാൻ പോകുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് പഠിപ്പിക്കുന്ന സാമ്പ്രദായികമായ പാരമ്പര്യ വിദ്യയെ ആണ് എങ്കിൽ ലോകത്ത് എത്ര പ്രാവശ്യം മോശമായവരുണ്ടായാലും ആ പഠിക്കുന്നവൻ ഉത്തമനായിരിക്കും. നിങ്ങൾക്ക് എളുപ്പം ബിബ്ലിക്കലായുള്ള ഈ വാക്കുകളാണെന്ന് തോന്നുന്നത്. ഏറ്റവും ലളിതമാണ്. അപ്പൊ സങ്കേതാർത്ഥത്തിൽ പ്രവചനം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ആ ദിനം അവസാനിക്കരുത്. ഈശ്വര മഹിമ വാഴ്ത്തുക. എംപിയപ്പൻ പറഞ്ഞ പോലെ അഹന്ത കുരിശിൽ തൻ കൂവൽമയിൽ തറയ്ക്കപ്പെട്ട ആകുലാത്മാവായി കിടക്കുന്നൊരീ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശ്വരനോട് അപേക്ഷിക്കുന്ന ഈ കടുംകൈ ചെയ്തോർക്കും അപ്പു നൽകുവാൻ മാത്രം. ദേവ നിൻ മുറിവിൽ നിന്നിറ്റിറ്റു വീഴുന്നൊരി രക്തത്തിൽ സ്നേഹതപ്തമാം കണികയും കാരുണീ നിറം കൊണ്ട് ഈ സർവം സഹയിക്കൽ ചാരു ചെമ്പനിർക്കുവായ പുല്ലമാകും നാളെ. കാന്തി ചൂഴുമാ സൂനങ്ങൾ വാടാതെങ്ങും ശാന്തി സൗരഭം വീഴ്ത്തും ഭൂവിലും സ്വർഗത്തിലും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മഹിമാതിരേകത്തെ, ധന്യമായ ജീവിതത്തെ പിന്തുടരാൻ, ആ വഴിയിലൂടെ ആത്മമോക്ഷത്തിന് എത്താൻ ആളുകളെ പ്രചോദിപ്പിക്കുക. അത് പ്രവചനമാണ്. ആ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ നിഷ്ഠകൾ പഠിപ്പിക്കുക. അഹിംസയുടെയും സത്യത്തിൻ്റെയും ഒക്കെ മഹിമാതിരേകം ജനങ്ങളോട് പറയുക. ഇതെല്ലാം ധന്യമാണ്. വളരെ ചുരുക്കി പറയേണ്ടതുകൊണ്ടാണ് ഞാൻ അത്രയും ചുരുക്കിയത്. അല്ലെങ്കിൽ പ്രവചനത്തിന് ഭവിഷ്യവാണി എന്നുള്ളത് ഈശ്വരനിലേക്കുള്ളതാണ്. ഭവിഷ്യവാണി മറ്റ് ഉള്ളതെല്ലാം സിദ്ധികളുടെ ലോകമാണ്. അത് മോക്ഷത്തിന് വിഘാതമെന്നാണ് ആചാര്യന്മാരൊക്കെ ഗണിച്ചിട്ടുള്ളത്. ആ വഴിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, ആത്മവഴിയിൽ സഞ്ചരിക്കുമ്പോൾ, യോഗ ചെയ്യുമ്പോഴൊക്കെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സിന് ഒട്ടേറെ വിഭൂതികളുണ്ടാവും. അതിനെ എപ്പോഴെങ്കിലും വലുതായി കണ്ട് മുന്നോട്ട് പോയാൽ അവസാനം ഒരു ദുഃഖത്തിന് കാരണം. വളരെ ഉയരങ്ങളിലെത്തി ദുഃഖിക്കുമ്പോൾ ആ ദുഃഖം വളരെ വലിയ ദുഃഖമായി. അതുകൊണ്ട് അതിനെ ഉത്തമന്മാരായവരെല്ലാം പരിഗണിക്കാറില്ല. വളരെ ഗുണങ്ങൾ കിട്ടും. നിത്യവും ഈശ്വരനാമം ജപിച്ചാൽ തന്നെ ഒരു മജീഷ്യനുണ്ടാകുന്ന ഏകാഗ്രത എല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സ് ഒട്ടേറെ വിഭൂതികളുണ്ട്. മനസ്സും ബുദ്ധിയും വളരെ വിഭൂതികളുള്ളതാണ് ചേർന്ന് നിൽക്കുമ്പോൾ. 5 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പഞ്ചീകരണത്തിൽ കണ്ണ് ഇല്ലാതെ ചെവി കൊണ്ട് കാണാം, ചെവിയില്ലാതെ കണ്ണുകൊണ്ട് കേൾക്കാം,
ഒരു പഞ്ചീകരണത്തിൻ്റെ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നതാണ്. ശരീരം പഞ്ചീകരിച്ചുണ്ടായത്. അതാണ് മജീഷ്യൻസ് ഉപയോഗിക്കുന്നത്. ആത്മീയതയിൽ പോകുന്നവർക്കും ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളം കൊണ്ട് നിവർത്തിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ വന്നു ചേർന്നാൽ അതിനല്ല പ്രാധാന്യം എന്ന് കാണിക്കുകയായിരുന്നു മഹാപുരുഷന്മാരുടെ ഒക്കെ ജീവിതം. അവരവിടെയൊക്കെ തട്ടി നിന്നില്ല. പിന്നെ വന്നവരെയൊക്കെ അത് കാണിച്ച് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അവിടുന്ന് വളരെ മുന്നേറുകയാണ്. അത് ജീവിതത്തിൽ ആത്മീയതയുടെ ചെറിയ അംശം മാത്രമാണ്. അത് നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം. ഇതിനു മുമ്പ് വന്നു പോയവർക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തനിക്കതുണ്ടായി എന്ന് അറിയാതെ കടന്നു പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ചിലപ്പോൾ അത് ഈശ്വരപരമല്ലാതെയും വരാം. ഈശ്വരപരമായ പോക്കിനിടയിലുള്ള സാത്താന്റെ പരീക്ഷണമായും വരാം. രണ്ടും ആയാലും അതിൽ തട്ടി നിൽക്കാതെ ആത്മമോക്ഷത്തിന് ശ്രമിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ വഴിയിൽ ഈശ്വരപരങ്ങളായ കാര്യങ്ങളെ പ്രവചനം ചെയ്യാം. ഒരു ദിവസം പോലും ഈശ്വരനെ കുറിച്ച്, ആ ഈശ്വരന്റെ വഴിയിൽ സഞ്ചരിച്ച മാർഗം നമുക്ക് തന്ന സമ്പ്രദായത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കരുത് എന്നെടുക്കുകയാണ് പ്രവചന